Hi students, welcome back to our maths class. Algebraic expression, that chapter continue. Okay. Exercise 6.1. Look at the picture. What is the degree of the variable in each of the following? ഈ ഓരോ ക്വസ്റ്റ്യൻ 6.1 ഓരോന്നിൻ്റെ ഡിഗ്രി എത്രയാണ്? മീൻസ് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡിഗ്രി എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ 2x⁻³ അതിൻ്റെ ഡിഗ്രി ആ എക്സിൻ്റെ പവർ എത്രയാണോ അത് വേണം എഴുതാൻ. 2x⁻³ ഇതിൻ്റെ ഡിഗ്രി എത്ര നേരം? ഡിഗ്രി 3. ഓക്കെ. നെക്സ്റ്റ് 7y⁻⁴ ഇതിൻ്റെ ഡിഗ്രിയോ 4. നെക്സ്റ്റ് 24a⁻³ ഡിഗ്രി 3. നെക്സ്റ്റ് 27z⁻⁵ ഈ ഇസഡിൻ്റെ പവർ വേണം എഴുതാൻ. ഡിഗ്രി 5. ഓക്കെ. നെക്സ്റ്റ് 9b³ ഡിഗ്രി 3. നെക്സ്റ്റ് 2x⁻² ഡിഗ്രി 2. നിങ്ങളിത് നോട്ട്ബുക്കിൽ വേണം എഴുതാൻ കേട്ടോ. മിസ് ടെക്സ്റ്റിൽ എഴുതിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ടെക്സ്റ്റിൽ എഴുതി വെക്കരുത്, നോട്ട്ബുക്കിൽ എഴുതണം. ഡിഗ്രി എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതിൻ്റെ പവർ വേണം ഡിഗ്രി ആയിട്ട് എഴുതാൻ. ഓക്കെ. 2x⁻³ എന്ന് പറയുമ്പോൾ ഡിഗ്രി 3, 7y⁻⁴ ഡിഗ്രി 4, 24a⁻³ ഡിഗ്രി 3, എയുടെ പവർ ഓക്കെ 27z⁻⁵ ഡിഗ്രി 5, 9b³ ഡിഗ്രി 3, 2x² ഡിഗ്രി 2. Okay, clear? Okay, next question. Write the exponent and the base in each of the following cases. First question, expression, exponent, base, y². Here is y⁻² എന്ന് എഴുതത്തില്ല, ആ 2 ആണ്. 2വിനെയാണ് നമ്മൾ എക്സ്പൊണൻ്റ് എന്ന് പറയും, പവർ എന്ന് പറയും, ഡിഗ്രി എന്ന് പറയും. അപ്പോൾ എക്സ്പൊണൻ്റ് 2 ബേസ് y. ഓക്കെ. നെക്സ്റ്റ് 2⁻⁴ എക്സ്പൊണൻ്റ് 2⁻⁴ എക്സ്പൊണൻ്റ്. ഇതിന് വേറെ എന്ത് പറയും? ഡിഗ്രി എന്ന് പറയും, പവർ എന്ന് പറയും. ഓക്കെ. ബേസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, x⁻⁵ എക്സ്പൊണൻ്റ് 5 ബേസ് x. y⁻³ എക്സ്പൊണൻ്റ് 3 ബേസ് y. ക്ലിയർ ആയോ? ഓക്കെ. 85-നകത്ത് തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ടേംസ്, ഫാക്ടേഴ്സ് ആൻഡ് ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ് ഓഫ് ദ വേരിയബിൾസ്. അതിൻ്റെ ടേംസ് എഴുതുക, ഫാക്ടേഴ്സ് എഴുതുക, ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ് എഴുതുക. ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് 5a. 5 ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ന്യൂമറിക്കൽ ടേം. ഓക്കെ. അതായത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വേണം കോഎഫിഷ്യൻ്റ് ആയിട്ട് എഴുതാൻ. അപ്പോൾ 2x+3 അതിൻ്റെ ടേംസ് എന്ന് പറയുന്നത് 2x ആൻഡ് 3. ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2xൻ്റെ 2,x, 3യുടെ 3,1. ഓക്കെ. ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ് 2. ഓക്കെ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ചെയ്യണം. മിസ് അത് ചെയ്തിട്ടിട്ടുണ്ട്, എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ ഓരോന്നിൻ്റെ ടേംസ് എഴുതുക, ഫാക്ടേഴ്സ് എഴുതുക, ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ് എഴുതുക. ഓക്കെ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ലൈക്ക് ടേംസ് ആൻഡ് അൺലൈക്ക് ടേംസ്. ലൈക്ക് ടേംസ് having same algebraic factors are called like terms. That means same variable. Example 7x, 8x. Here look, two terms have same variable x and x. Okay, that is like term. Terms having same algebraic factors are called like terms. Next example 2xy, 5xy. Here variables are x and y. Here also x and y. So it is like term. Okay, clear it? The variables, the terms having same algebraic factors are called like terms. Next example, -4ab, 7ba. Look at the picture. -4ab, a and b variables. Here b and a same. A and ab same as ba. Okay, so it is also like terms. Clear it? Like terms means having same algebraic factors are called like terms. Next, unlike terms. Terms having different algebraic factors are called unlike terms. Listen, terms having different algebraic factors are called unlike terms. Example 7x and 8y. Here factors are 7 and x. Here 8 and y. Variables are x and y. So that is different. This type of variables are called, terms are called
unlike terms. Next example, 3xy, 3x. Here variables are x and y. Here only x. So it is also unlike terms. Look at the children. We only look at the variables, not look the numbers. നമ്പേഴ്സ് ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ലൈക്ക് ടേംസിനകത്ത് 7x 8x അതിനകത്ത് നമ്പേഴ്സ് 7 8 അല്ലേ, ഡിഫറെൻ്റ് അല്ലേ, അത് നോക്കത്തില്ല. നമ്മൾ വേരിയബിൾസ് മാത്രമേ നോക്കത്തുള്ളൂ. ഓക്കെ, നമ്മൾ ലൈക്ക് ടേംസും അൺലൈക്ക് ടേംസും ചെക്ക് ചെയ്യുമ്പോൾ വേരിയബിൾസ് മാത്രമേ നോക്കത്തുള്ളൂ. നെക്സ്റ്റ് 6xy² and 9x²y. Here factors are 6xyy. Next 6xyy and 9xxy. Listen here. Here variables are x, y, y. 2 times y. Here x 2 times x and y. So this is also unlike terms. നമ്മൾ ഒരേപോലെ വേരിയബിൾസിൻ്റെ എണ്ണവും ഒരുപോലെ ഇരിക്കണം, സെയിമും ആയിരിക്കണം. അങ്ങനെയുള്ളതിനാണ് ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞത്. ഡിഗ്രി ഓഫ് എ ടേം മിസ് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. എക്സ്പൊണൻസ് ഓഫ് ഇറ്റ്സ് വേരിയബിൾ ഓർ സം ഓഫ് ദ എക്സ്പൊണൻസ് ഓഫ് ഇറ്റ്സ് വേരിയബിൾ. ഈ വേരിയബിളിൻ്റെ എക്സ്പൊണൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഗ്രി എന്ന് പറയുന്നത്. നേരത്തെ മിസ് അത് ഒരു ഹോംവർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 7y ഡിഗ്രി എന്ന് പറയുന്നത്, വൈയുടെ എക്സ്പൊണൻ്റ് എത്ര, നമ്മൾ വെറുതെ y എന്ന് എഴുതിയതിൻ്റെ മീനിങ് y⁻1 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി 1. ഓക്കെ, നമ്മൾ അതായത് പവറിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. എക്സ്പൊണൻ്റ് അല്ലെങ്കിൽ പവറിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. എക്സ്പൊണൻ്റ് ഓഫ് ഇറ്റ്സ് വേരിയബിൾ ഓർ സം ഓഫ് ദ എക്സ്പൊണൻസ് ഓഫ് ഇറ്റ്സ് വേരിയബിൾ. ഇപ്പോൾ വേരിയബിൾസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ രണ്ടിൻ്റെയും കൂടി ആഡ് ചെയ്ത് നോക്കണം ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ 2xy, ഇതിനകത്ത് എക്സിൻ്റെ വേരിയബിൾ എത്ര, 1, വൈയുടെ വേരിയബിൾ എത്ര, 1. അപ്പോൾ 1 + 1 = 2. 2 ഈസ് ദ ഡിഗ്രി. ഓക്കെ, അതായത് ഇപ്പോൾ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പവർ കൗണ്ട് ചെയ്തിട്ട് വേണം അതിൻ്റെ വേരിയബിൾസായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ടേംസിൻ്റെ വേരിയബിൾസൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ടേം ആൻഡ് ഡിഗ്രി. ഓക്കെ, -xy കുറേ എക്സാമ്പിൾ പറഞ്ഞു തരാം, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആവും. -xy, എക്സിൻ്റെ വേരിയബിൾ എത്ര, 1. വൈയുടെ എക്സിൻ്റെ പവർ എത്ര, എക്സിൻ്റെ എക്സ്പൊണൻ്റ് എത്ര, 1. വൈയുടെ പവർ ഓഫ് 1. അപ്പോൾ 1 + 1 = 2. 2 ഈസ് ദ ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആയോ? അതായത് അതിൻ്റെ എക്സ്പൊണൻ്റ് ഇപ്പം നമ്മൾ ടേംസിൻ്റെ എടുക്കുമ്പോൾ എക്സ്പൊണൻ്റ് അതിൻ്റെ പവർ തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ y(x²), വൈയുടെ പവർ 1, എക്സിൻ്റെ പവർ 2. അപ്പോൾ 1 + 2 = 3. ഓക്കെ, നെക്സ്റ്റ് xyz, എക്സിൻ്റെ പവർ എത്ര, 1, വൈയുടെ പവർ എത്ര, 1, ഇസഡിൻ്റെ പവർ എത്ര, 1. 1 + എക്സിൻ്റെ 1 + വൈയുടെ 1 + ഇസഡിൻ്റെ 1. 1 + 1 + 1 = 3. ഓക്കെ, ക്ലിയർ ആയോ? അതിൻ്റെ പവർ എല്ലാം കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്നതാണ് ഒരു ടേമിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് -9y² z⁻3. വൈയുടെ പവർ എത്ര, 2, ഇസഡിൻ്റെ പവർ എത്ര, 3. അപ്പോൾ 2 + 3 = 5. ഓക്കെ, നെക്സ്റ്റ് m⁻3 n⁻4. ഈ ഇപ്പോൾ -y⁻2 z⁻3 എന്ന ക്വസ്റ്റ്യനകത്ത് ആ -y എടുക്കേണ്ട കാര്യമില്ല ഡിഗ്രി എടുക്കുമ്പോൾ. ഓക്കെ, m⁻3 n⁻4, അതിനകത്ത് m-ൻ്റെത് 3, n-ൻ്റെത് 4. 3 + 4 = 7. ഓക്കെ, നമ്മൾ പവറിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. പവറിനെ അല്ലെങ്കിൽ എക്സ്പൊണൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിഗ്രി എന്ന് പറയുന്നത്. 2 വേരിയബിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് എടുത്തോണം. പോളിനോമിയൽ എന്ന് പറയുന്നത് എന്തുവാ, ആൻ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ ഇൻ വിച്ച് ഓൾ വേരിയബിൾസ് ഹാവ് പവർ ആസ് എ ഹോൾ നമ്പർ ഈസ് കോൾഡ് പോളിനോമിയൽ. അതായത് പോളിനോമിയൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഒന്നിൽ കൂടുതൽ ടേംസ് ഉള്ളതിനെയാണ് പോളിനോമിയൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ x² + 3xy + 5. ഇനി പോളിനോമിയലിൻ്റെ ഡിഗ്രി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ഇപ്പം ഒന്നിൽ കൂടുതൽ ടേംസ് കാണും, അതിനകത്ത് ഓരോ ടേം ഉണ്ടല്ലോ, x² ഒരു ടേമാണ്, 3xy ഒരു ടേമാണ്, 5 ഒരു ടേമാണ്. ഇതിൽ ഏതിൻ്റെ പവറാണോ കൂടുതൽ അതായിരിക്കും അതിൻ്റെ ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആയോ? x²ൻ്റെ ഡിഗ്രി എത്ര, 2. 5ൻ്റെ ഡിഗ്രി നമ്മൾ x⁻0 എന്ന് പറയുന്നതല്ലേ, 1. അപ്പോൾ 5 × 1 =
0. അപ്പോൾ ഇവിടെ പവർ എന്ന് പറയുന്നത് 0 കേട്ടോ. നമ്മൾ ന്യൂമറിക് കോൺസ്റ്റൻറ്റിൻ്റെ പവർ എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, എക്സ് റേസ് ടു 0. അപ്പോൾ അതിൻ്റെ എക്സ് റേസ് ടു 5 × 1 ആണ് 5. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എക്സ് റേസ് ടു 0 തന്നെയാണ് നമ്മൾ 1 എന്ന് പറയുന്നത് അല്ലേ. അന്നേരം അപ്പോൾ 5 × എക്സിൻ്റെ പവർ 0, അതുകൊണ്ട് അതിൻ്റെത് 0 ആയിരിക്കും. നെക്സ്റ്റ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, x² + 3xy + 5x റേസ് ടു 0. ഇനി നെക്സ്റ്റ് x + y റേസ് ടു -1 + 5. x റേസ് ടു 2/3 + y + 5. അതും ഓൾജിബ്രാക് കേസ് ഓൾ വേരിയബിൾസ് ഇല്ല. ഇനി ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എങ്ങനെയാണ് കാണാമെന്ന് നമുക്ക് നോക്കാം. ഇത് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ ഈസ് ദ ഡിഗ്രി ഓഫ് ഇറ്റ്സ് ഹയസ്റ്റ് ഡിഗ്രി ടേം. അതായത് ഈ ടേംസിനകത്തുള്ള ഏറ്റവും കൂടിയ ഡിഗ്രി ഏതിനാണോ ഉള്ളത് അതിനെയായിരിക്കും നമ്മൾ ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ 7y3 - x2 6y3യുടെ ഡിഗ്രി, വൈയുടെ ഡിഗ്രി 3, x2 y2ൻ്റെ ഡിഗ്രി 4, 4x1ൻ്റെത് 1. അപ്പോൾ 4 ഈസ് ദ ഡിഗ്രി ഓഫ് പോളിനോമിയൽ. മനസ്സിലായോ? അതായത് നമ്മൾ ആ 3 ഇപ്പോൾ പോളിനോമിയലിൻ്റെ ഡിഗ്രി കാണുമ്പോൾ ആ 3 ടേമും എഴുതി നോക്കുക. എന്നിട്ട് ആ ടേമിനകത്ത് ഏതാണോ ബിഗ്ഗസ്റ്റ് അതായിരിക്കും ആ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി. p3, q2, അതിൻ്റെ ഡിഗ്രി എത്ര? 3 + 2 = 5. നെക്സ്റ്റ് -6p2, q5, 2 + 5 = 7, അതിൻ്റെ ഡിഗ്രി 7. നെക്സ്റ്റ് p4, q4, അതിൻ്റെ ഡിഗ്രി 4 + 4 = 8. അപ്പോൾ ഇതിനകത്ത് ഈ ടേംസിനകത്ത് ഏത് ഡിഗ്രിയാണ് ബിഗ്ഗസ്റ്റ്? യെസ്, 8. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 8 ആയിരിക്കും. ക്ലിയർ ആയോ? അതായത് പോളിനോമിയലിൻ്റെ ഡിഗ്രി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ പോളിനോമിയൽ എത്ര ടേംസ് ഉണ്ടോ ഓരോ ടേംസിൻ്റെ ഡിഗ്രി കാണുക, ഏതാണോ അതിൻ്റെ ഹയസ്റ്റ് ആ ഹയസ്റ്റ് ഡിഗ്രി ആയിരിക്കും അതിൻ്റെ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിനോമിയൽ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ടേംസ്. മോണോമിയൽ, എ പോളിനോമിയൽ വിത്ത് 1 ടേം, ഒരു ടേം ഉള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? മോണോമിയൽ. 3x ഒരു മോണോമിയലാണ്, y2 ഒരു പോളിനോമിയലാണ്, 7 ഒരു പോളിനോമിയലാണ്, -3x y2 ഒരു ബൈനോമിയൽ എന്ന് വെച്ചാൽ പോളിനോമിയൽ വിത്ത് 2 ടേംസ്, അതായത് 3x + y, 3xും yയും കൂടി ചേർന്നപ്പോഴാണ്, അതപ്പോൾ ബൈനോമിയൽ. ട്രൈനോമിയൽ എന്ന് വെച്ചാൽ പോളിനോമിയൽ വിത്ത് 3 ടേംസ്, 4x² + 2x + 7. അതിനകത്ത് 3 ടേം ഉണ്ട്, 4x² ഉണ്ട്, 2x ഉണ്ട്, 7 ഉണ്ട്. അങ്ങനെ students, if you have any doubt, please call me or WhatsApp me. Thank you, children.